വിശ്വാസത്താൽ ചിലതിന്ന് പകൽ ഇതിനെ നടുവിൽ നിന്നും പ്രാപിച്ചിട്ട് മടങ്ങുന്ന പകലായി മാറണം. വേഗത്തിൽ കർത്താവ് തന്നൊരു ചിന്ത ദൈവസന്നിധിയിൽ പറഞ്ഞ് ദൈവസന്നിധിയിൽ താന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 50, 51, 52 വാക്യങ്ങൾ. ആമേൻ. നല്ലൊരു വചനത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ കർത്താവെ വായിച്ച വചനം അങ്ങയുടേതാണ്. വചനത്തിലൂടെ അവിടുന്ന് സംസാരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ അത് സഭയിൽ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത് അത്ഭുതമായി മാറണം, വിടുതലായി മാറണം. കർത്താവെ, അങ്ങയെ കൂടുതൽ അടുത്തറിയുവാൻ ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം. ഇന്ന് പകലും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം. അങ്ങയുടെ ഇഷ്ടം ശക്തിയോടെ വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വളരെ പരിചിതമായ വചനമാണ്. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക, ചിരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുക. ഇന്ന് കർത്താവ് പറയുന്ന ആ ദൂത് നമുക്കുള്ളതാണ്. അതിനെ നാം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങുന്ന പകലായി മാറും. ഭർത്തിമായി എന്ന മനുഷ്യനെ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഭർത്തിമായുടെ ലൈഫിൽ നടന്ന ഒരു അത്ഭുതമാണ് ഇന്ന് പകൽ ഇവിടെ വായിച്ചത്. ഭർത്തിമായുടെ ലൈഫിൽ, അവൻ്റെ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സമയത്ത്, അവൻ്റെ ലൈഫിൽ ഒരിക്കലും അവൻ വിചാരിക്കാത്ത സമയത്ത്, അവൻ്റെ ലൈഫിൽ അവന് കിട്ടത്തില്ല എന്നവൻ വിചാരിച്ചത് അവൻ്റെ ലൈഫിലേക്ക് കർത്താവ് നൽകിയ ഒരു നിമിഷം. ആ വചനം ഇന്ന് പകൽ ഇതിനെ നടുവിൽ പറയുമ്പോൾ ചിലരുടെ മേൽ കർത്താവ് ഇന്ന് പകൽ പ്രതീക്ഷിക്കാത്ത ചില നന്മകളെ കർത്താവ് തുറക്കുന്ന പകലായി മാറും. എരിഹോമിൽ നിന്നും യേശു കർത്താവ് മടങ്ങിപ്പോകുന്ന സമയത്താണ് ഇവന് ഈ വിടുതൽ ലഭിച്ചത്. യേശു കർത്താവ് താൻ ഭർത്തിമായെ ഫോക്കസ് ചെയ്തല്ല പോയത്. മറ്റെങ്ങോട്ടോ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് പോകുന്ന ടൈമിൽ എരിഹോമിൽ നിന്നും പുറത്തോട്ട് പോകുവാനുള്ള സാഹചര്യത്തിൽ ഭർത്തിമായ എരിഹോമിലാണ്. കർത്താവ് അടുത്ത നിമിഷങ്ങൾ എരിഹോമിൽ നിന്നും പുറപ്പെട്ടു പോകും. എന്നാൽ ഭർത്തിമായെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെ ഭർത്തിമായ്ക്ക് ഒരു വിടുതൽ കിട്ടുവാൻ വേണ്ടി ഭർത്തിമായുടെ അരികിലേക്കല്ല യേശു കർത്താവ് പോയത്, മറിച്ച് മറ്റെങ്ങോട്ടോ കർത്താവ് പോകുകയാണ്. എന്നാൽ ആ യാത്രയെ ഭർത്തിമായുടെ അടുക്കിലേക്ക് അവൻ വിളിച്ചു വരുത്തി. ഇന്ന് പകൽ ചിലത് കർത്താവ് ചില വിടുതൽ അത് നാം വിളിക്കുമ്പോൾ ചിലത് വരും. യേശു ഗദരദേശത്തേക്ക് പോയത് അവൻ വിളിച്ചിട്ടല്ല പോയത്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ്റെ അരികിലേക്ക് യേശു കർത്താവ് പോയത് ആ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് വേണ്ടി ഒരു വിടുതലിന് വേണ്ടിയാണ് പോയതെങ്കിൽ, ഇവിടെ പോകുന്നത് ഭർത്തിമായുടെ വിടുതലിന് വേണ്ടിയല്ല. കർത്താവ് അതിലെ നടന്നു പോകുന്ന സമയത്ത് ഭർത്തിമായ്ക്ക് മനസ്സിലായി യേശു കർത്താവ് ഇതിലെ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിളിച്ചാൽ ചിലതെൻ്റെ ലൈഫിൽ കിട്ടും. ഇപ്പോൾ നിലവിളിച്ചാൽ കർത്താവിൻ്റെ കണ്ണ് എന്നിലേക്ക് വരും. ഇവന് കാഴ്ചയില്ല. ഇവന് കാഴ്ചയില്ല. കർത്താവ് ഏത് വഴി പോകുന്നെന്ന് ഇവൻ അറിയത്തില്ല. കർത്താവ് 7 റൂട്ടിലൂടെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇവൻ്റെ ചെവിക്കുള്ളിൽ ഒരു ശബ്ദം കേട്ടു, യേശു കർത്താവ് ഈ വഴിയിലൂടെ പോകുന്നുണ്ട്. വിടുതലിന് തൊട്ട് മുൻപ് അവൻ അടുത്ത ഒരു സീസണിലേക്ക് കയറുവാൻ പോവുകയാണ്. ഭർത്തിമായിക്ക് വേണമെങ്കിൽ അവിടെ മിണ്ടാതെ ഇരിക്കാം. മിണ്ടാതെ ഇരുന്നാൽ ഭർത്തിമായി അടുത്ത സീസണിൽ കയറത്തില്ല. മിണ്ടാതെ ഇരുന്നാൽ ഭർത്തിമായുടെ അരികിലേക്ക് യേശു വരത്തില്ല. അവൻ ഒരു കാലഘട്ടത്തിൽ അവൻ കാഴ്ചയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നും ഇവന് കാഴ്ച പ്രാപിക്കണമെങ്കിൽ ഇവൻ ശബ്ദിക്കണം.
ഇവന്റെ ശബ്ദം യേശുവിന്റെ ചെവിയിൽ എത്തിയെങ്കിൽ മാത്രമേ ഇവൻ അടുത്ത ഒരു സീസണിലേക്ക് കയറത്തുള്ളൂ. ഒരു സീസണെ പൊട്ടിച്ച് അടുത്ത സീസണിലേക്ക് കയറണമെങ്കിൽ ഇവന്റെ ശബ്ദം യേശുവിന്റെ ചെവിയിലെത്തണം. ഇന്ന് പകല് നിന്റെ ശബ്ദം കർത്താവിന്റെ ചെവിയിലെത്തുന്നത് പോലെ നീ നിലവിളിക്കുന്നെങ്കിൽ അവൻ അടുത്തൊരു സീസണിലേക്ക് എത്തുവാൻ തടസ്സമായി അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് ശിഷ്യന്മാർ ഇവനോട് പറഞ്ഞു മിണ്ടാതെ ഇരിക്കാൻ. ഭർത്തിമായോട് പറഞ്ഞു നീ മിണ്ടാതെ ഇരിക്കും, കർത്താവിന് വേറെ പരിപാടിയുണ്ട്, കർത്താവ് തിരക്കിലാണ്, നിന്റെ വിഷയത്തിന് ഇടപെടുവാൻ സമയമില്ല. ഇത് ശിഷ്യന്മാരുടെ വാക്കുകളാണ്. പക്ഷേ കർത്താവിന് അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. കർത്താവിൻ്റെ ചിന്ത ഭർത്തിമായി വിളിക്കുവാൻ നോക്കിയിരിക്കുകയാണ്. ഇത് ശിഷ്യന്മാരുടെ ചിന്തയാണ്. അടുത്ത ഒരു നിലയിലേക്ക് ഭർത്തിമായി കയറാതെ ഇരിക്കുവാൻ വേണ്ടി അവൻ്റെ വിടുതലിന് തടസ്സമായിട്ട് ചില ശബ്ദങ്ങൾ അവിടെ വന്നു. ആ ശബ്ദത്തിൻ്റെ അകത്ത് അവൻ മിണ്ടാതെ ഇരുന്നെങ്കിൽ അവന് കാഴ്ച ലഭിക്കുമായിരുന്നു. അവന് കാഴ്ച ലഭിക്കത്തില്ല. അവൻ ആ പടി തന്നെ അവൻ പോകും. പഴയ ആ പടി തന്നെ പോകും. ചില വിടുതലുകൾ നമ്മൾ പിടിച്ചെടുക്കണം. കർത്താവ് നിന്റെ അരികിലേക്ക് വരത്തില്ല. ചില സീസണെ മാറ്റണമെങ്കിൽ നീ ചില നിലവിളിക്കണം. ദൈവ സന്നിധിയിൽ നീ നിലവിളിക്കണം. ഒന്ന് കാഴ്ചയില്ലാത്തവൻ്റെ പ്രത്യേകത, കാഴ്ചയില്ലാത്തവന് അവൻ്റെ കണ്ണിന് വേദന എടുക്കുമോ? ഇല്ല. കാഴ്ചയില്ലെങ്കിൽ അവൻ കാഴ്ചയില്ലെന്നേ ഉള്ളൂ, വേദനയില്ല. നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ഒരു മുറിവോ ഒരു വേദനയോ ഉണ്ടായെങ്കിൽ, ഒരു രോഗമുണ്ടായെങ്കിൽ അവിടെ വേദന എടുക്കും. ആ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ അസ്വസ്ഥത അവിടെ വേദന എടുക്കും. പക്ഷെ കാഴ്ചയില്ലാത്തവൻ, അവൻ്റെ കണ്ണിനാണ് പ്രശ്നം, പക്ഷെ കണ്ണിനൊരു വേദനയുമില്ല. പക്ഷെ അവൻ്റെ വേദന എവിടെയായിരുന്നു? അവൻ്റെ വേദന ഹൃദയത്തിലായിരുന്നു. കാഴ്ചയില്ലാത്ത അവൻ്റെ വേദന ഹൃദയത്തിലായിരുന്നു. ഇന്നു പകല് നിന്റെ ഹൃദയത്തിലെ വേദനയെ കർത്താവ് ഇന്നു പകൽ അതിനെ തുടച്ചു മാറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിക്കുന്നുണ്ട്? ചിലതിന്ന് പകല് തുറക്കും. നിന്റെ നിലവിളിക്കകത്ത് ചിലത് കർത്താവ് തുറക്കുന്ന പകലാണ്. ഒന്ന് ഇവന്റെ സീസണ്. ബർത്തിമായുടെ ലൈഫിൽ അവനൊരു സീസൺ ഉണ്ടായിരുന്നു, യാചിക്കുന്നൊരു സീസൺ. അവന് മറ്റൊരാളുടെ സഹായം വേണം. അവൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പലരെയും അവൻ ആശ്രയിച്ചു കൊണ്ടിരുന്നു, അവൻ യാചിച്ചു കൊണ്ടിരുന്നു. ഒരു കാഴ്ചയില്ലാത്തത് കൊണ്ട് പലരുടെയും കൈപിടിച്ചവന് നടക്കേണ്ടി വന്നു. പിന്നെ അവന് ബൗണ്ടറി, ഒരു പരിധിക്കകത്താണ്. അവനെല്ലാ മേഖലയിലൂടെയും പോകുവാൻ സാധിക്കത്തില്ല. അവന് പലതും കാണുവാൻ സാധിക്കത്തില്ല. പലയിടങ്ങളിലൂടെ അവൻ പോകുന്നുണ്ട്, പക്ഷെ അവന് പലതും കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പലതും കാണുവാൻ സാധിക്കുന്നില്ല. യേശു കർത്താവ് ഇവൻ്റെ അരികിലേക്ക് വന്നപ്പോൾ കർത്താവ് ഇവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു നൽകണം? അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവൻ ഒരൊറ്റ ആഗ്രഹം പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഈ കാഴ്ച പ്രാപിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കാഴ്ച അവന് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കർത്താവ് ബർത്തിമായുടെ ലൈഫിൽ ചെയ്തത് ഒരു സീസണെ എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. അടുത്തൊരു സീസണിലേക്ക് ബർത്തിമായെ കയറ്റുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യാചനയുടെയും മറ്റുള്ളവരുടെ സഹായവും തേടിക്കൊണ്ടിരുന്നത് അവന് അവന് പലതും കാണുവാൻ ആഗ്രഹമുള്ളതിനെ മറച്ചു വെച്ച ഒരു സീസണ്. എന്നാൽ അതിനെയെല്ലാം പൊട്ടിച്ചിട്ട് അവന് കാണുവാൻ വേണ്ടി ഒരു സീസണ് കൊടുത്തു. കഴിഞ്ഞ നാളുകളിൽ അവൻ പോയ ഇടങ്ങളിൽ മറ്റുള്ളവരുടെ കൈ പിടിച്ചാണ് പോയെങ്കിൽ, പിന്നീട് അവൻ കാണുന്നത് ഒരു സഹായമില്ലാതെ പോയെങ്കിൽ, ഇന്ന് പകല് ചിലതിന്റെ മേൽ സീസണുകൾ തുറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിന്റെ മുൻപിൽ കർത്താവ് അത് തുറക്കുകയാണ്. അടുത്ത ഒരു സീസണെ കർത്താവ് ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ തുറക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഈ കാഴ്ചയ്ക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. യേശു ബർത്തിമായുടെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ചിന്തയിലാണ്, യേശു ബർത്തിമായെ നോക്കിയപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്നത്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് ഒരു കുറവുമില്ലാതെയാണ് സൃഷ്ടിച്ചത്. അവന് രോഗങ്ങളോ, ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ചത് യാതൊരു രോഗങ്ങളോ ഒരു ബലഹീനതയും ഇല്ലായിരുന്നു. കാഴ്ച, നല്ല കാഴ്ച കൊടുത്താണ് ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ചത്. അവർ യാതൊരു കുറവുകളുമില്ല അവർക്ക്. അല്ല, യേശു കർത്താവ് ബർത്തിമായുടെ മുൻപിൽ വരുമ്പോൾ താൻ സൃഷ്ടിച്ച താൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനായിട്ടല്ല ബർത്തിമായെ കണ്ടത്. ബർത്തിമായുടെ കണ്ണിന് ഒരു കുറവുണ്ടായിരുന്നു. ആദിമ മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ആ രൂപത്തെ മാറ്റിയപ്പോൾ സാക്ഷാൽ കർത്താവ് ബർത്തിമായുടെ മുൻപിൽ വന്നപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം വേദന ഉണ്ടായിരിക്കും. ഇന്ന് പകൽ നിന്റെ കുറവിനെ നോക്കി ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിന്റെ കർത്താവാണ്. നിന്നെ ഒരു രോഗിയായിട്ട് നിർത്തുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നിന്നെ സൃഷ്ടിച്ചത് ഒരു കുറവും ഇല്ലാത്തവനായിട്ട് നിൽക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ, നിന്റെ ശരീരത്തിലെ രോഗത്തെ നോക്കി ഇന്ന് പകൽ നീ പറയുന്നെങ്കിൽ അത് കർത്താവിന് ഇഷ്ടമില്ലാത്തതാണ്. കർത്താവ് നിന്നെ ഒരു രോഗിയായിട്ട് കാണുവാനല്ല, നിന്നെ ഒരു കുറവുള്ള മനുഷ്യനായിട്ട് കാണുവാനല്ല കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നത്. ബർത്തിമായെ നോക്കിയപ്പോൾ തൻ്റെ സൃഷ്ടികളിൽ അവനൊരു കുറവുണ്ട് എന്ന് യേശു കർത്താവിന് മനസ്സിലായി. ബർത്തിമായെക്കാളും കൂടുതൽ കർത്താവാണ് അവിടെ നിരാശപ്പെട്ടതെങ്കിൽ അവൻ്റെ കുറവിനെ നികത്തുവാനുള്ള അധികാരം കർത്താവിനുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേലുള്ള കുറവിനെ, നിന്റെ മേലുള്ള ബലഹീനതയെ നികത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ ആ കരം ഉയർത്തിയോ കരം അടിച്ചോ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഒരൊറ്റ ബലഹീനത അവൻ്റെ പല കാഴ്ചകളെ നഷ്ടപ്പെടുത്തി, അവൻ്റെ ബൗണ്ടറിയെ പരിമിതമാക്കി വെച്ചു. ഒരൊറ്റ കുറവ്. ഇത് എങ്ങനെ വന്നു? അതിലേക്കൊന്നും കയറുവാൻ സമയമില്ലെങ്കിലും ഒരൊറ്റ ചിന്തയും കൂടെ പറഞ്ഞ് ദൈവസന്നിധിയിൽ താന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏദനിൽ ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഏദനിൽ വാഴുക. എന്നാൽ പിശാചിനറിയാം, പിശാചിന് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം. ഏദനിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്, നല്ല വൃക്ഷങ്ങളുണ്ട്, നല്ല ഭംഗിയുള്ള സീനറികളെല്ലാം ഏദനിലുണ്ട്. പക്ഷെ പിശാച് ഇവരെ ഫോക്കസ് ചെയ്യിപ്പിച്ചത് ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തെ മാത്രമാണ് പിശാച് ഇവരെ ഫോക്കസ് ചെയ്യിപ്പിച്ചത്. മറ്റൊരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. പക്ഷേ ഹൗവ നോക്കിയത്, ഹൗവയെ ഏറ്റവും കൂടുതൽ പിശാച് ആകർഷിപ്പിച്ചത് ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തെ. കാഴ്ചയിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക്, അവളുടെ ഹൃദയത്തിലേക്ക് പാപത്തെ കൊണ്ടുവന്നു. കാഴ്ചയിലൂടെ അവളുടെ ഹൃദയത്തിലേക്ക് പാപത്തെ കൊണ്ടുവന്നു. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇതിൻ്റെ അകത്ത് ദൂത് പറയുന്നു. കാഴ്ചയിലൂടെ നിന്നെ പാപത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, നിന്റെ കാഴ്ചയിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക് പാപത്തെ കൊണ്ടുവന്ന് നിന്റെ നന്മയെ കെടുത്തുന്നതിന്, നിന്റെ കണ്ണിനെ ഇരുട്ടാക്കുന്നതിന് ഇന്ന് പകല് കർത്താവ് അതിൻ്റെ മേലൊരു ജയത്തെ നിന്റെ മേലേക്ക് പകരാൻ പോകുകയാണ്. പിശാച് ചിന്തിക്കുന്ന മണ്ഡലത്തെ പൊട്ടിക്കുവാൻ, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന എല്ലാ കാഴ്ചകളെയും ഇന്ന് പകല് സഭയിൽ അതിനെ പൊട്ടിക്കുന്നു. പിശാച് ഫോക്കസ് ചെയ്തത് ആ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിലേക്ക്
ഫോക്കസ് ചെയ്തപ്പോൾ, ഹൗവ അതിൽ വീണു പോയപ്പോൾ, അതിനെ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴും മറു സൈഡിൽ ദൈവം നൽകിയത് അവർക്ക് നഷ്ടമായി. ദൈവം നൽകിയത് നഷ്ടമായി. ഇന്ന് പകല് ശക്തിയോടെ ഇതിൻ്റെ അകത്ത് ദൈവം നിനക്ക് നൽകിയതിനെ കാഴ്ചയിലൂടെ നിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ചിലത് നഷ്ടപ്പെടുത്തുന്ന മേഖലകൾ നീ പോലും അറിയാതെ നീ പലതും കണ്ടിട്ട് കാഴ്ചയിലൂടെ നിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം നിൻ്റെ മേൽ ഇട്ടതിനെ കളയുന്ന ആ സ്പിരിറ്റിനെ ഇന്ന് പകല് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിനെ പൊട്ടിക്കുക. നീ നിസാരമെന്ന് കാണുന്ന പലതും വലിയ നഷ്ടത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ ഇന്ന് പകൽ അതിന്റെ മേലൊരു ജയത്തെ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിന്നെ മറച്ചു വച്ചതിനെ കാണിക്കുന്ന പകലാണ്. പിശാച് നിന്റെ കണ്ണിനെ മറച്ചു വെച്ചതിനെ ഇന്ന് പകല് കർത്താവ് അതിനെ പൊട്ടിച്ചിട്ട് കാഴ്ചയിലേക്ക് നിന്നെ എത്തിപ്പിക്കുന്ന പകലായി മാറട്ടെ. നിന്റെ ബൗണ്ടറികൾ വിശാലമാകട്ടെ, നിന്റെ യാത്രകൾ വിശാലമാകട്ടെ. ശത്രു നിന്നെ കാണിക്കത്തില്ല എന്ന് പറയുന്ന ദേശങ്ങളിലേക്ക്, ശത്രു നിന്നെ കാണിക്കത്തില്ല എന്ന് പറയുന്ന നന്മകൾ കാണുവാനുള്ളൊരു അഭിഷേകത്തെ കർത്താവ് ഇന്ന് പകൽ കൈമാറട്ടെ. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കണ്ടു. അവൻ പലയിടങ്ങളിലൂടെയും പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കർത്താവ് അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ പല നന്മകളും കണ്ടു, പല അനുഗ്രഹങ്ങളും കണ്ടു. കഴിഞ്ഞ നാളുകളിൽ പോയ ഇടങ്ങളിലും അവന് മറച്ചു വെച്ചതിനെ അവൻ കണ്ണുകൾ കൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് പകല് ചിലതിൻ്റെ കണ്ണുകളെ തുറക്കുന്ന പകലാണ്. പിശാച് അടച്ചു വെച്ച ചില നന്മകളെ ഇന്ന് പകൽ കർത്താവ് ഓപ്പണാക്കുകയാണ്. ദൈവം ഇന്ന് പകലത് ഓപ്പണാക്കുകയാണ്. നിന്റെ കണ്ണിന് മുൻപിൽ മറച്ചു വെച്ചതിന് ഇന്ന് പകല് ദൈവം അത് ഓപ്പണാക്കുകയാണ്. നീ ചില നന്മകൾ കാണാൻ പോവുകയാണ്. ഇന്ന് പകല് അത് വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്റെ ഭവനത്തിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ തലമുറയുടെ മേൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ മേൽ അത് വെളിപ്പെടാൻ പോവുകയാണ്.